ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവൻ്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിക്കുന്നു. ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും സങ്കീർത്തനങ്ങൾ 33-ാമത്തെ 1-ാം വാക്യം വായിക്കുന്നു. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലയോ? ഈ സങ്കീർത്തനങ്ങൾ ഇസ്രായേൽ ജനങ്ങൾ ആദ്യം മുതൽ പാടി വരുന്നതും പള്ളിയിൽ ആരാധനയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിന് ഉപയോഗിക്കുന്നതുമായ സങ്കീർത്തനങ്ങളാണ്. ഈ സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് അതിൽ പറയുന്നില്ല. എങ്കിലും ഒരു ഭക്തനായ മനുഷ്യനാണ് അതെഴുതിയതെന്ന് നമ്മൾക്ക് അനുമാനിക്കാം. ഇത് ദൈവത്തെ പുകഴ്ത്തുന്നതിനു വേണ്ടി, ദൈവത്തെ പ്രൈസ് ചെയ്യുന്നതിനു വേണ്ടി, ദൈവത്തെ സ്തുതിക്കുന്നതിനു വേണ്ടി ഈ എഴുതപ്പെട്ടിട്ടുള്ളതായ ഒരു സങ്കീർത്തനമാണ്. അതിൽ ഇസ്രായേൽ അവരുടെ പള്ളികളിൽ ആരാധനയോടനുബന്ധിച്ച് പാടി വരുന്നതായ ഒരു പദ്യമാണ്. ഇത് നമ്മുടെ വിശുദ്ധ ബൈബിളിൽ 33-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ എല്ലാവരെയും വിളിക്കുന്നു, വിശുദ്ധന്മാരെ വിളിക്കുന്നു. വിശുദ്ധന്മാരെ വിളിച്ചു പറയുന്നു. ദൈവത്തെ പുകഴ്ത്തുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതായത് വിശുദ്ധന്മാരോട് പറയുന്നതായ ഒരു ഭാഗമാണ്. നാം ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹിമപ്പെടുത്തുക. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ നീതിന്യായങ്ങൾ, ദൈവത്തിൻ്റെ നല്ല സ്വഭാവം കൊണ്ടും ദൈവത്തിൻ്റെ സത്യസന്ധത കൊണ്ടും അങ്ങനെ എല്ലാവിധ കാര്യങ്ങൾ കൊണ്ടും ദൈവത്തെ നാം സ്തുതിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത്. ദൈവം തന്നെയാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചത്. ആയതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ ശക്തിയെ കണ്ടിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ സുപ്രീം പവറിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം തന്നെയാണ് നമ്മളെ ഓരോ സെക്കൻഡുകളിലും വഴി നടത്തുന്നത്. ദൈവം തന്നെയാണ് നമ്മൾക്ക് നേരെയുള്ള പാത പോകുവാൻ, വീഴ്ചയില്ലാതെ കോട്ടമില്ലാതെ നമ്മെ വഴി നടത്തുന്നത് സർവീശ്വരനാണ്. ആയതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം തിരഞ്ഞെടുത്തതായ തൻ്റെ വിശുദ്ധന്മാരെക്കുറിച്ച് ദൈവത്തിന് വളരെ ചിന്തയുണ്ട്, അവരെ പരിപാലിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ, ആ വിശുദ്ധന്മാരെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. നാം വിശുദ്ധന്മാരായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹിമപ്പെടുത്തുക എന്നിവയ്ക്ക് വേണ്ടിയാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. ദൈവത്തെ വിശ്വസിക്കുക, വിശ്വസ്തനായ ദൈവത്തെ വിശ്വസിക്കുവാൻ യോഗ്യനാണ്. ആയതിനാൽ നാം ദൈവത്തെ എപ്പോഴും മഹിമപ്പെടുത്തിക്കൊണ്ട് ഇരിക്കണം. പർട്ടിക്കുലർ സമയം പള്ളിയിൽ ആരാധിക്കുന്ന സമയമല്ല, ജീവിതത്തിൽ എപ്പോഴും ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും നാം ദൈവത്തെ മഹിമപ്പെടുത്തിക്കൊണ്ട് ഇരിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവം പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധനായ ദൈവത്തെ നാം മഹിമപ്പെടുത്തുവാൻ നാം യോഗ്യരാണ്. ആ ദൈവത്തിന് മഹിമ കേൾക്കുവാൻ, ആരാധന കേൾക്കുവാൻ ദൈവത്തിൻ്റെ സത്യസന്ധതയിൽ ദൈവം യോഗ്യതയുണ്ട്. ആയതിനാലാണ് നാം ദൈവത്തെ വാഴ്ത്തിപ്പാടേണ്ടത്. ദൈവത്തിൻ്റെ സത്യസന്ധത, ദൈവത്തെ നോക്കി നാം മഹിമപ്പെടുത്തണം. അതാണ് സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത്. ഭൂമി ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടും ദൈവത്തിൻ്റെ നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സർവ്വജീവജാലങ്ങളെയും അവിടുന്ന് വഴി നടത്തുന്നു. സർവ്വജീവജാലങ്ങൾക്കും വേണ്ടതായ എല്ലാം കൊടുത്ത് ദൈവം അവയെ പരിപാലിക്കുന്നു. അതിനാൽ നാം ദൈവത്തെ മഹിമപ്പെടുത്തുക. ദൈവത്തിന് സർവമഹിമയും
കരയേറ്റുക. പുതിയ പുതിയ സോങ് കൊണ്ട്, പുതിയ പുതിയ പാട്ടുകൊണ്ട് നാം ദൈവത്തെ പാടി ആനയിക്കുക. എന്തുകൊണ്ടെന്നാൽ സർവശക്തൻ മേർച്ചയുള്ളതാണ്, ദയവുള്ള ദൈവമാണ്. പുതിയ പുതിയ പാട്ടുകൾ പാടുവാൻ, നാം ദൈവത്തെ സ്തുതിക്കുവാൻ നാം യോഗ്യരാണ്. ആയതിനാൽ വിശുദ്ധന്മാരോടാണ് പറയുന്നത്, സർവവിശുദ്ധരുമേ നിങ്ങൾ യഹോവയെ പാടി വണങ്ങുവീൻ, യഹോവയെ പാടി സ്തുതിക്കുവീൻ. ദൈവം ചെയ്ത നന്മയ്ക്ക് വേണ്ടി, സർവവിധ നന്മയ്ക്കും വേണ്ടി യഹോവയെ പാടി സ്തുതിക്കുക. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് ബുദ്ധിയോടുകൂടിയായിരിക്കണം, സ്നേഹത്തോടെ ആയിരിക്കണം, ഹൃദയത്തിൻ്റെ, അതായത് മൈൻഡിൻ്റെ പരമാർത്ഥതയോടും കൂടെ ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ വിശുദ്ധ ബൈബിളിൽ ഹൃദയം എന്ന ഭാഗം ഉച്ചരിക്കുന്നിടത്തെല്ലാം മൈൻഡാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഹൃദയമെന്ന് നാം പറയുമ്പോൾ അത് മനസ്സിനെയാണ്. നാം വിശ്വസ്ത മനസ്സാക്ഷിയോടുകൂടി നാം ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ നല്ല മനസ്സാക്ഷിയോടുകൂടി നാം ദൈവത്തെ, യഹോവയെ വാഴ്ത്തി പാടാം. ദൈവത്തിൻ്റെ വാക്കുകൾ സത്യവും നീതിയും ഉള്ളവയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹിമപ്പെടുത്താം. അതിൽ നിന്ന് അല്പം മാറുവാനോ വ്യതിചലിക്കുവാനോ നമുക്ക് സാധിക്കരുത്. നാം ദൈവത്തെ മഹിമപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. ഓരോ നിമിഷത്തിലും ദൈവത്തെ മഹിമപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് സങ്കീർത്തനകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം വിശുദ്ധനാണ്, ദൈവം സത്യസന്ധനാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആയതിനാൽ നമുക്ക് ദൈവത്തെ വാഴ്ത്തിപ്പാടാം. നാം എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? നാം എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ദൈവം ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചു, മനുഷ്യനെയും ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. എല്ലാത്തിനെയും പരിപാലിക്കുന്നതുകൊണ്ട് നാം ദൈവത്തെ വാഴ്ത്തിപ്പാടുക, സ്തുതിക്കുക. പിതാവായ ദൈവവും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും സൃഷ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആദിയിൽ വചനമുണ്ടാകുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു എന്നുള്ള വാക്കുകളാൽ നമുക്ക് പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും എല്ലാം സൃഷ്ടിയിൽ ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചു. ഭൂമിക്ക് മുകളിലുള്ളതിനെയും സർവ്വചരാചരങ്ങളെയും സർവ്വനക്ഷത്രങ്ങളെയും സമുദ്രത്തെയും എല്ലാം ദൈവം സൃഷ്ടിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആയതിനാൽ നമ്മൾ ദൈവത്തെ വണങ്ങുക, വർഷിപ്പ് ചെയ്യുക, ആരാധിക്കുക, ദൈവത്തോട് മഹിമ കൊടുക്കുക. ദൈവത്തിൻ്റെ മഹിമയെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ്. നാം 150-ാം സങ്കീർത്തനത്തിലും ദൈവത്തിൻ്റെ മഹിമയുള്ള വീര്യപ്രവൃത്തികളാൽ ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചതിനാൽ നാം ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ നാം സ്തുതിക്കൂ. അത്ഭുതകരമായ ആകാശവിധാനത്തെ സൃഷ്ടിച്ച ദൈവത്തെ നാം ആകാശവും ആകാശത്തിലുള്ള സർവ്വവിധ ഗോളങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ നാം വണങ്ങുക, വാഴ്ത്തിപ്പാടുക. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ ഓർത്ത് നാം ദൈവത്തെ വാഴ്ത്തിപ്പാടുക എന്നാണ് 150-ാം സങ്കീർത്തനം പറയുന്നത്. 150-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നു, സർവ്വവിധ വാദ്യഘോഷങ്ങളോടുകൂടിയും ദൈവത്തെ വാഴ്ത്തുക. പിന്നെ അതിൻ്റെ അവസാനം നമുക്കിങ്ങനെയും മനസ്സിലാക്കാം, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. മനുഷ്യൻ മാത്രമല്ല, സർവ്വവിധ ജീവനുള്ളതിനെയെല്ലാം പിതാവായ ദൈവത്തെ, പുത്രനായ യേശുക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ, ജീവനുള്ള ദൈവത്തെ വാഴ്ത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഭൂമിയിൽ നാം ജനിക്കുന്നത് മുതൽ നമുക്ക് വേണ്ടുന്ന എല്ലാവിധ കൃപകളും ജനിക്കുന്നത്
ഭൂമിയിൽ നാം ജനിക്കുന്നത് മുതൽ നമുക്ക് വേണ്ടുന്നതായ ജീവിക്കുവാനുള്ളതായ നാം പാലിക്കപ്പെടേണ്ടതിനായ എല്ലാവിധ കൃപകളും നൽകിയാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. എഫേസ്യർ ലേഖനം 1-3 സ്വർഗത്തിലെ എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തെ വാഴ്ത്തുക. നാം ദൈവത്തെ വാഴ്ത്തി പാടുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ പാടി ആരാധിക്കുക. നമ്മുടെ മനസ്സെപ്പോഴും ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് അവിടുത്തെ ആത്മാവിനോട് ചേർന്ന് നാം എപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇരിക്കാനാണ് ഈ പടഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതെപ്പോഴും നടക്കുന്നൊരു പ്രക്രിയയാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യർ ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക, വാഴ്ത്തിപ്പാടുക. അതുപോലെ ജീവൻ കടന്നുപോയി കഴിഞ്ഞിട്ട് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞായാലും എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലും ദൂതന്മാരും മൂപ്പന്മാരും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എണ്ണാത്ത ദൂതന്മാർ നമുക്ക് എണ്ണമില്ല, ദൈവത്തിന് എണ്ണമുണ്ട്. ആ ദൂതന്മാരെല്ലാം ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്. എല്ലാവരുടെയും സേവയ്ക്ക് വേണ്ടിയുള്ളതാണ് ആ ദൂതന്മാർ. വിശ്വാസി ദൈവത്തെ ആരാധിക്കുന്നവരുടെ സേവയെ ദൂതന്മാർ ചെയ്യുമെന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 4-9 മുതൽ 11 സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ ദൂതന്മാർ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുന്നു. അവിടെ 24 മൂപ്പന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ സൈന്യങ്ങളാണ്. സ്വർഗത്തിലെ സൈന്യങ്ങളും സ്വർഗത്തിലുള്ളവരും ദൈവത്തെ വാഴ്ത്തിപ്പാടും. ദൈവത്തെയും ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും അവർ വാഴ്ത്തിപ്പാടുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 4:11 നമുക്ക് കാണുവാൻ കഴിയും, ദൂതന്മാരും സ്വർഗീയ സൈന്യങ്ങളും ഞങ്ങളുടെ കർത്താവേ, മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ അവിടുന്ന് യോഗ്യനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കർത്താവേ, മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ അവിടുന്ന് യോഗ്യനാണ്. എന്തുകൊണ്ടെന്നാൽ മാനവരാശിക്ക് ദൈവം ഒരു ശിക്ഷ വിധിച്ചിരുന്നു. ആ ശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടാൻ വേണ്ടി ദൈവം തന്നെ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും ഭൂമിയിൽ വെച്ച് സർവ്വ മാനവരാശിയുടെയും വീണ്ടും ജനിക്കുവാനുള്ളവരുടെയും എല്ലാവരുടെയും പാപങ്ങൾ കർത്താവായ യേശു ക്രിസ്തു സ്വീകരിക്കുകയും യേശു ക്രിസ്തു എല്ലാ മനുഷ്യർക്കും വേണ്ടി മറുവിലയായി പാപപരിഹാരയാഗമായി തീർന്നു. അതിനെയാണ് വെളിപ്പാട് പുസ്തകം 5-9 നൂതന്മാർ നീ അർക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും നിന്നുള്ള ജനങ്ങളെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൂതന്മാർ യേശു ക്രിസ്തുവിനോട് പറയുകയാണ്. മനുഷ്യരും ആ പ്രാർത്ഥന തന്നെയാണ്. മനുഷ്യരുടെ ആത്മാവും അവിടെ ചെല്ലുമ്പോൾ ദൂതന്മാരെ പോലെയാകും. അവരും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങ് അറുക്കപ്പെട്ടു, അവിടുത്തെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും സകല ഭാഷയിലും നിന്നുള്ള സർവ്വവിധ ജനങ്ങളെയും ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. അതായത് ദൈവത്തിന് വേണ്ടി എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നു. ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ നാം നഷ്ടപ്പെട്ടാൽ നമുക്കാണ് നഷ്ടം. അങ്ങനെ നാം നഷ്ടപ്പെടാതിരിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഇപ്പോൾ തുടങ്ങുന്ന ആരാധന അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നാം ഇന്നാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു ബ്രേക്കിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ, നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ, അതായത് നഷ്ടപ്പെട്ടാൽ എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടു ശരീരം ബലഹീനമാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മാവും ജീവനും കടന്നു പോകും. ആ കടന്നു പോകുന്നത് നേരെ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ, അതായത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലും. അവിടെ ശാന്തിയും സമാധാനവും. നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. അവിടെയും ദൈവത്തെ ആരാധിക്കുക. അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഇരിക്കുന്നതായ ഒരവസ്ഥയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തിന് നന്ദിക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമീൻ. നമ്മുടെ ദൈവത്തിനാണ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന് നന്ദിക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും അത് എന്നേക്കുമാണ്. പിന്നെ യുഗങ്ങൾ അവിടെ തന്നെയാണ്. പിന്നൊരു വ്യത്യാസമില്ല. നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ട്, ദൈവത്തെ വണങ്ങിക്കൊണ്ട് നമ്മുടെ പിന്നെ ആ ജീവിതം കഴിഞ്ഞ് ആത്മാവ് അവിടെ തന്നെയാണ്. പിന്നെ അതിനൊരു നിർത്തില്ല. അതിനൊരു അന്തമുള്ളതായിട്ട് വിശുദ്ധ ബൈബിളിലോ വിശുദ്ധന്മാരോ എങ്ങും പറഞ്ഞ് നാം കേട്ടിട്ടില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. അതായത് സ്വർഗീയമായ ദൂത് ആർക്കും കിട്ടിയിട്ടില്ല. അവിടെ തന്നെ ആത്മാവ് പിന്നെ ഇന്ന് എന്നേക്കും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സന്തോഷമായി അവിടെ കഴിയുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ സകല ദാസന്മാരുമേ ദൈവത്തെ വാഴ്ത്തുകയും. ദൈവത്തിൻ്റെ ദാസന്മാരെന്ന എല്ലാവരും ദൈവത്തെ അറിയുന്നവർ, വിശുദ്ധന്മാരായി ദൈവത്തോട് സന്ധി ചെയ്ത് ദൈവത്തെ വണങ്ങി നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം വിശുദ്ധി പ്രാപിച്ചു എന്ന് വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെയാണ് ദൈവത്തിൻ്റെ സകല ദാസന്മാർ വീഴുന്നവൻ. ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവുമായിട്ട് സന്ധിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതായ സർവ്വവിധ ജനങ്ങളും ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ സകല ദാസന്മാരുമേ ദൈവത്തെ പാടുക, ദൈവത്തെ പാടുക, ദൈവത്തെ ആരാധിക്കുക. സർവ്വവിധമായ ആൾക്കാരും ദൈവത്തെ ആരാധിക്കണം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയും ആരാധിക്കണം. നാം ഇന്ന് താക്കോൽ വാക്യമായിട്ട് എടുത്തത് 33-ാം സങ്കീർത്തനമാണ്. 33-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 1-ാം വാക്യം, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിക്കുവീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ല. വിശുദ്ധന്മാരെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. ദൈവപുത്രൻ്റെ രക്തത്തിൽ വിശ്വസിച്ച് വിശുദ്ധിയെ പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, അവരെയാണ് നീതിമാന്മാരെ. നീ സകല നീതി ചെയ്യുന്നവരുമേ യഹോവയിൽ. യഹോവ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ ദൈവത്തിന് പറയുന്നതായ പേരാണ്. ഈ പ്രകൃതിയുടെ ശക്തി മൊത്തവും നിയന്ത്രിക്കുന്നതായ ദൈവം, പ്രകൃതിയെ മൊത്തം ഉളവാക്കിയതായ ദൈവം, അങ്ങനെ ഉദ്ദേശിച്ചാണ് ദൈവത്തെ യഹോവയിൽ എന്ന് പറഞ്ഞ് യാഹുവേഹ എന്ന ദൈവത്തെ വണങ്ങീൻ, ഘോഷിച്ചുല്ലസിക്കുകയും സ്തുതിക്കുന്നത് നേരുള്ളവർക്ക്. ഭക്തന്മാരായ ജനങ്ങളെ, നല്ലതാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ പുകഴ്ത്തുന്നതായ ഒരു സങ്കീർത്തനമാണ്. ഏത് വിശുദ്ധനാണ് ഈ സങ്കീർത്തനം ആദ്യം ഏത് വിശുദ്ധൻ്റെ മനസ്സിൽ നിന്ന് ഉളവായതാണെന്ന് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. എങ്കിൽ തന്നെയും ആരാധനയോടുള്ള ബന്ധത്തിൽ നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിന് നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓരോ നിമിഷവും നമ്മെ ഉളവാക്കിയ, നമ്മെ പരിപാലിക്കുന്നതായ നമ്മളുടെ ജീവന് ശേഷവും നാം ശരീരം വിട്ടുപോയാലും നാം ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്നതായ ആ ദൈവത്തെ നമുക്ക് എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ, ആ പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവത്തെ, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഉളവാക്കിയ ദൈവത്തെ നാം സ്തുതിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട്, അതിൻ്റെ തുടർമാനമായിട്ട് നാം
വീണ്ടും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും എന്നാണ് വിശുദ്ധ ബൈബിളിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ നാം ചിന്തിച്ചത്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് പാട്ടുപാടിയും ആരാധിക്കാം, പ്രാർത്ഥിച്ചും ആരാധിക്കാം. നാം ബുദ്ധിയോടും സ്നേഹത്തോടും ഹൃദയ പരമാർത്ഥതയെന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയ നമ്മുടെ മനസ്സിനെയാണ് നമ്മുടെ മനസ്സ് പരമാർത്ഥതയോടുകൂടി ദൈവത്തെ എപ്പോഴും വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഇരിക്കാം. എന്തുകൊണ്ടെന്നാൽ ദൈവമാണ് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. ദൈവമാണ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചത്. നമ്മെ പരിപാലിക്കുന്നതും സർവീശ്വരനാണ്. ആ സർവീശ്വരനെ എപ്പോഴും പാടി വണങ്ങി വാഴ്ത്തിക്കൊണ്ടേയിരിക്കണമെന്നാണ് ദൈവം നമ്മളോട് തരുന്നതായ ഉപദേശം. നാം എപ്പോഴും ദൈവത്തെ പാടി വണങ്ങി സ്തുതിച്ച് ഓരോ നിമിഷങ്ങളും ദൈവത്തെ പാടി വണങ്ങി നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം യഥാർത്ഥത്തിൽ എല്ലായിടവും ദൈവീക ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവീക ദൂതന്മാരും പ്രപഞ്ചം മുഴുവനും ഉണ്ട്. ആ ദൈവം സ്വർഗത്തിൽ അവിടുത്തെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ആ ദൈവസിംഹാസനം നമ്മളുടെ ശരീരത്തിൽ നിന്ന് ജീവനും ആത്മാവും പോയി കഴിയുമ്പോൾ, അതായത് ഈ ശരീരം വിട്ട് ഈ ശരീരം യോഗ്യമല്ലാതാവുമ്പോൾ, ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോഴോ നിശ്ചിതമായി ഏതെങ്കിലും രോഗത്താലോ പിടിപെട്ടിട്ട് നമ്മുടെ ശരീരം ആത്മാവിന് ജീവനിൽ നിൽക്കുവാൻ യോഗ്യമല്ല എന്ന് വരുന്നതായ സമയത്ത് നമ്മുടെ ജീവനും ഒപ്പം ആത്മാവും കടന്നുപോകും. അത് നമ്മെ സൃഷ്ടിച്ചതായ സർവീശ്വരൻ്റെ അടുത്താണ് ചെല്ലുന്നത്. സർവീശ്വരനെ നമ്മൾ അവിടുത്തേക്ക് വാഴ്ത്തിപ്പാടുക, എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ മഹിമ പറഞ്ഞറിയിക്കുവാൻ കഴിവുള്ളതിനും അപ്പുറമാണ്. ആയതിനാൽ നാം ദൈവത്തോട് ധന്യവാദം പറഞ്ഞുകൊണ്ട് ഇരിക്കുക, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. നാം ഭൂമിയിൽ ജനിച്ചതിനും ഭൂമിയിൽ ജീവിച്ചതിനും വീണ്ടും സ്വർഗത്തിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ക്ഷമയെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളുടെ ദിവസമുള്ള ശരീരത്തിന് വേണ്ടിയ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ജീവൻ പോയി കഴിഞ്ഞാൽ ആ ജീവൻ അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ ആത്മാവ് സ്വർഗത്തിൽ ദൈവത്തോട് ആരാധിക്കുന്നത്. ശരീരത്തിനു വേണ്ടിയൊന്നും പ്രാർത്ഥിക്കേണ്ട, ദൈവത്തെ മഹിമപ്പെടുത്തുക. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് തൻ്റെ യാഗമായി മനുഷ്യരെ രക്ഷപ്പെടുത്തിയതിനാൽ യേശു ക്രിസ്തുവിനോട് ധന്യവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തെ മഹിമപ്പെടുത്തിക്കൊണ്ട് ദൈവപുത്രനെ മഹിമപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിന് നമ്മൾ ധന്യവാദം പറയണം, താങ്ക് യു പറയണം. അതിന് നമ്മുടെ മനസ്സാണ് താങ്ക് യു, ആത്മാവ് തന്നെയാണ് താങ്ക് യു. ഈ ഭൂമിയിൽ നാം ആത്മാവിനെ ഏത് രീതിയിൽ തിരിക്കുന്നുവോ, നമ്മുടെ ശരീരത്തിലാണ് ആത്മാവ്. നമ്മുടെ ശരീരം കൊണ്ട് നാം പ്രവർത്തിക്കുന്നതല്ല, അത് ആത്മാവ് തന്നെ അങ്ങ് സ്വർഗീയ സിംഹാസനത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നാം ദൈവത്തെ വണങ്ങി നന്ദി പറഞ്ഞ് ദൈവത്തെ മഹിമപ്പെടുത്തിക്കൊണ്ട് യുഗായുഗങ്ങൾ അവിടെ കഴിയും. നാം ഇന്ന് താക്കോൽ വാക്യമായിട്ടുള്ള എടുത്ത വാക്യം വിശുദ്ധ ബൈബിളിൽ നിന്നും 33-ാം സങ്കീർത്തനം 1-ാം വാക്യം. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുകയും സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലയോ. നാം വിശുദ്ധന്മാരാണ്, നാം വിശുദ്ധി പ്രാപിച്ചവർ. ദൈവത്തെ വണങ്ങി വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് എന്നും എപ്പോഴും ഇരിക്കാം. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും ആത്മാവ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ എന്നോടൊപ്പമായിരുന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറയുന്നു.